സാറേ, ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഇത് വ്യക്തമാകുന്നത് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം കൂടുതൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ RSS എന്ന് പറയുന്ന സംഘടന ദേശീയതയിലൂന്നി പ്രവർത്തിക്കുകയാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള വർഗീയ സംഘടനകൾ. എങ്ങനെയാണ് അങ്ങനെ ഒരു താരതമ്യം വരിക? അതായത് ഇതൊരു സമീകരണ തൊഴിലാളികളുണ്ട്, രണ്ടും സമമാണ് എന്ന് പറയുക, എന്നിട്ട് ഒന്നിന് നാറിക്കഴിഞ്ഞാൽ അതേ നാറ്റം അപ്പുറത്തുകൊണ്ടെന്ന് സ്ഥാപിക്കുക. ഇതാണ് ഈ സമീകരണ തൊഴിലാളികളുടെ ലക്ഷ്യം. ആ സമീകരണ തൊഴിലാളികളായിട്ട് LDFിലും UDFിലും ഉണ്ട്, ലിബറൽ ലെഫ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, നവലിബറൽ ലെഫ്റ്റുകൾ. പിന്നെ വേറൊരു കാര്യം, വളരെ പെട്ടെന്ന് ഈ ശബരിമലയിൽ പോയപ്പോൾ ഊമ സംസാരിച്ചു എന്ന് പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് മറ്റേ സെക്കുലറിസ്റ്റായിട്ട് മാറിയിട്ടുള്ളവർ, ഇവരൊക്കെ കൂടി പറയുന്നൊരു, ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു നരേറ്റീവാണ് ഈ സമീകരണം RSS. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് നോക്കാം, RSS എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഇതുണ്ടോ എന്നുള്ള കാര്യം. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത് 1941 ഓഗസ്റ്റ് 21 അതിൻ്റെ സ്ഥാപകൻ അഥവാ അതിൻ്റെ ആ സംഘടനയുടെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് അബൽ അല മൗദൂദി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ രാഷ്ട്രവ്യവഹാരം ഇസ്ലാമിൽ അന്തർലീനമാണ് എന്നുള്ളതാണ്. അതൊരു മത സംവിധാനം മാത്രമല്ല, ഇസ്ലാം ഒരു രാഷ്ട്രവ്യവഹാര സംവിധാനം കൂടിയാണ്. ആ രാഷ്ട്രവ്യവഹാര സംവിധാനത്തെ നിയന്ത്രിക്കുന്ന നിയമവ്യവസ്ഥയാണ് ശരീഅത്ത്. ആ ശരീഅത്ത് നിയമത്തിന് വിധേയമായി പ്രപഞ്ചം മുഴുവൻ ഒന്നായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അത് ബേസിക്കലി ഒരു രാഷ്ട്രീയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഇതിനകത്ത്, അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ഹാസ് നോട്ട് ബീൻ an alien element to Islam, but it is the integral part of Islam. ഇസ്ലാമിൻ്റെ ഏറ്റവും അനിവാര്യമായ, അതിൽ നിന്ന് അവിഭാജ്യമായ ഒരു ഘടകമാണ് എന്ത്? രാഷ്ട്രവ്യവഹാരം. അപ്പോൾ ഇസ്ലാം ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് എന്ന് കാണുന്ന ആളാണ് അദ്ദേഹം. ജനാധിപത്യം, സെക്കുലറിസം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അല്പം പോലും വിശ്വാസമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പാശ്ചാത്യ തത്വചിന്തയിൽ നിന്നും ഉടലെടുത്ത വികല സങ്കല്പങ്ങളാണ്. അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദഗതിയുടെ രത്നച്ചുരുക്കം. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം വിഭജനത്തെ എതിർത്തു എന്ന് പറയാറുണ്ട്. ശരിയാണ്. അദ്ദേഹം ഇന്ത്യയെ മൊത്തത്തിൽ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇതിനെ മുറിച്ച് ഒരു കഷ്ണം എടുക്കാമെന്ന് പറഞ്ഞാൽ അതിലാണ് പുള്ളിക്ക് എതിർപ്പ്. ഇന്ത്യ എന്ന് മാത്രവുമല്ല, ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മുഴുവൻ സ്വയംഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുമാണ്. മലപ്പുറം സ്വതന്ത്ര ജില്ലയായിട്ടും സ്വതന്ത്ര രാഷ്ട്രമായിട്ടും തീരണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു പശ്ചാത്തലം കൂടി അതിനുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സെക്കുലറിസ്റ്റുകൾ ഓർത്തിരുന്നാൽ നല്ലത്. അപ്പോൾ ഇവർ ഇതിൽ ദേശീയതയിൽ വിശ്വാസമില്ല, മതത്തിൻ്റെ ആത്മീയതയിൽ വിശ്വാസമില്ല, മതത്തിൻ്റെ രാഷ്ട്രവ്യവഹാര സംവിധാനത്തിലാണ് വിശ്വാസം. അവർ അന്തർദേശീയതയിലാണ് വിശ്വസിക്കുന്നത്. സാർവലൗകികമായ രീതിയിൽ ഇസ്ലാമിൻ്റെ കീഴിൽ ലോകം അമരണം എന്നാണ് ഇവർ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. അതിലെ നിയമം ശരീഅത്തായിരിക്കണം എന്നാണ്. അപ്പോൾ മതരാഷ്ട്രത്തിൽ മതനിയമങ്ങളാൽ പരിപാലിക്കപ്പെടുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ഇവർ കാണുന്നത്. RSS അങ്ങനെയല്ല. RSS ഒരിക്കലും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായിട്ടല്ല, ഒരു സാംസ്കാരിക രാഷ്ട്രമായിട്ടാണ് കാണുന്നത്. കൾച്ചറൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണെന്നാണ് പറയുന്നത്. ആ സംസ്കാരത്തിലോ
ആ സംസ്കാരത്തിൽ ചാർവാകൻ മുതൽ അദ്വൈതം വരെയും ജൈനിസവും ബുദ്ധിസവും അടക്കം എല്ലാത്തിനും ഇടമുള്ള ഒരു മൾട്ടി സ്പീഷ്യാലിറ്റിയാണത്. അല്ലാതെ ഒരു മോണോലിത്തിക് റിലീജിയസ് എൻറ്റിറ്റി അല്ല. ഇവരൊരു മോണോലിത്തിക് റിലീജിയസ് എൻറ്റിറ്റിയുടെ കീഴിലുള്ള ഒരു മതരാഷ്ട്രം. ആ മതരാഷ്ട്രത്തിൽ ശരീഅത്ത് നിയമപ്രകാരം മനുഷ്യർ ജീവിക്കണം എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ ഏത് രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക സ്രോതസ്സ് അഭിന്നമായതുകൊണ്ട് ആ സാംസ്കാരിക സ്രോതസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്നൊരു ഭരണവ്യവസ്ഥ വേണമെന്നാണ് പറഞ്ഞത്. മതമല്ല അവിടെ ഘടകം. ആ സംസ്കാരത്തിൽ വൈവിധ്യമാർന്ന ഒരുപാട് ഒട്ടനവധി ആശയങ്ങളുണ്ട്, ജീവിത രീതികളുണ്ട്, അനുഷ്ഠാന മാതൃകകളുണ്ട്, ഭാഷാഭേദങ്ങളുണ്ട്. ഇതിനെല്ലാം യോജിപ്പിച്ച് നിർത്തുന്നൊരു ഘടകവുമുണ്ട്. ആ രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ മതരാഷ്ട്രമല്ല RSSൻ്റെ ലക്ഷ്യം. RSS ലക്ഷ്യമാക്കുന്നത് ഒരു സാംസ്കാരിക രാഷ്ട്ര വ്യവഹാരത്തെയാണ്. അതിൽ ഭരണകൂടങ്ങൾ വരാം. ഭരണകൂടങ്ങൾ ഏതു തന്നെയായാലും അത് ഈ സംസ്കാരത്തെ അംഗീകരിക്കണമെന്നാണ് RSSൻ്റെ വാദം. മറ്റതങ്ങനെയല്ല. ഭരണകൂടം വരണം എന്നുണ്ടെങ്കിൽ അതെന്തിലായിരിക്കണം? മുസ്ലിം മതം. അത് ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരമായിരിക്കണം. ഇവർക്ക് ദേശീയത പരമപ്രധാനമാണ്, മറ്റവർക്ക് ദേശീയതയില്ല. പിന്നെ ഇവർ ഇൻക്ലൂസീവാണ് RSS. ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഒരേ ഒരു കാര്യമാണ് പറയണത്. ഇന്ത്യക്കുള്ള ഒരു സാംസ്കാരികമായ പശ്ചാത്തലമുണ്ട്. ആ സാംസ്കാരികമായ പശ്ചാത്തലം അവരുടെ ജീവിതത്തിൻ്റെയും ഭാഗമാണ്. ഇക്കാര്യം അവർ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ഇവർ എക്സ്ക്ലൂസീവാണ്. മുസ്ലിം അല്ലാത്ത എല്ലാത്തിനും പുറത്താക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ സമീകരണവാദവുമായിട്ട് വരേണ്. ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന RSSനെതിരെ ഇങ്ങനെയാണ് മുദ്രാവാക്യം നടന്നത്. ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി RSS എവിടെ എപ്പോഴും എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് പറയട്ടെ. അതാരും പറയുന്നില്ലല്ലോ. പക്ഷെ അത് നരേറ്റീവായിട്ട് പ്രചരിച്ചു. അല്ല, നരേറ്റീവായിട്ട് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെ വിദഗ്ധരാണ്. ആസൂത്രിതമായി കളവ് പറയാനായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കും ഇടത് തീവ്രവാദികൾക്കുമുള്ള കഴിവ് അപാരമാണ്. ഇപ്പം അവരെ കടത്തിവിട്ടും UDFകാർ. അതാണ് ഈ ജോർജ് സോറോസിൻ്റെ അനുയായിയായ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വന്നതോടുകൂടി, രണ്ടുപേരും ജോർജ് സോറോസിൻ്റെ അനുയായികളാണ്, മഹാത്മാഗാന്ധിയുടെ അനുയായികളല്ല. രണ്ടുപേർക്കും സത്യത്തോട് അല്പം പോലും താല്പര്യമില്ല. സത്യത്തിനല്ല വില, അസത്യത്തിനാണ് എന്നും അസത്യത്തെ നിങ്ങൾ ഉപയോഗിക്കണം എന്നും പഠിപ്പിച്ച ജോർജ് സോറോസിൻ്റെ അനുയായികളായി വന്നിട്ടുള്ള ഇവർ വന്നപ്പോൾ സത്യമില്ല. അവരും മത്സരിക്കുകയാണ്. RSS എവിടെ പറഞ്ഞേക്കണം ഹിന്ദു രാഷ്ട്രം വേണമെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ശരിക്കും ജമാഅത്ത് ഇസ്ലാമി വേര് പിടിക്കാതിരിക്കാനുള്ള ഒരു കാരണം RSS എന്ന് പറയുന്ന ഒരു സംഘടന നിലനിൽക്കുന്നതുകൊണ്ടുകൂടിയല്ലേ? അല്ല ഈ ഇന്ത്യയിൽ മതേതരത്വവും ബഹുമത സമൂഹവുമായി ഇന്ത്യ നിലനിൽക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് RSS തന്നെയാണ്. അതിൽ തർക്കമില്ല. 3 കാരണങ്ങളെക്കുറിച്ച് ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ നിൽക്കുന്നതിന് 3 കാരണങ്ങളുണ്ട് എന്ന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞിട്ടുണ്ട്. 1 ഇന്ത്യയുടെ ഭരണഘടന, 2 ഇന്ത്യയുടെ മിലിറ്ററി, 3 RSS. പ്രണബ് മുഖർജിയും ഒരു RSSൻ്റെ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയ ശേഷം അതിനെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിൽ എവിടെയാണ് തെറ്റ്? നാഷണലിസ്റ്റ് ആവുക എന്നുള്ളതാണ്. നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷൻ അല്ല, എൻ്റെ അർത്ഥം ഇൻക്ലൂസീവാണ് ഇന്ത്യയുടെ നാഷണലിസം. ആ ഇൻക്ലൂസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കൂ എന്നാണ് പറയുന്നത്. എക്സ്ക്ലൂസീവ് റിലീജിയൻ, എക്സ്ക്ലൂസീവായിട്ടുള്ള ഇൻ്റർനാഷണലിസമാണ് ഇവർ പറയുന്നത്. ഒറ്റ മതം മതി, അത് ഞങ്ങളുടെ മതം എന്നാണ് പറയുന്നത്. ഏകദൈവം, ഒരേ ഒരു പ്രവാചകൻ, അവസാനത്തെ പ്രവാചകൻ. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അവസാനത്തെ പ്രവാചകൻ വന്നുപോയി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനും ജനാധിപത്യവാദികളാകാൻ കഴിയില്ല.
അവർക്ക് ജനാധിപത്യത്തോട് താല്പര്യമില്ലാന്ന് വ്യക്തമാക്കുന്നതല്ലേ ബംഗ്ലാദേശിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ? അല്ല, ജനാധിപത്യത്തോട് താല്പര്യമില്ല ഇവർക്ക്. ജനാധിപത്യത്തോട് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല, മതാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. മതാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ജനാധിപത്യ സങ്കല്പം വൈദേശികമാണ് എന്നും പാശ്ചാത്യമാണെന്നും അത് ഉന്മൂലനാശം വരുത്തണമെന്നും പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന RSSനെയും സമീകരിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, തല്ലിക്കൊന്ന് ഇറച്ചി തിന്നാനുള്ള ദുർമോഹമാണ് ഇവരുടെ എല്ലാം മനസ്സിലുള്ളത്. ഇവരെ ഇവിടുത്തെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തി അതവരെ പ്രീണിപ്പിച്ച് അതിൽ നിന്നും ഈ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള ശ്രമമാണ് ഈ സമീകരണ തൊഴിലാളികൾ നടത്തുന്നത്. അപ്പോൾ ഒന്നിനോടൊന്ന് കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അല്ല, നമ്മുടെ അല്പത്തരവും ചെറ്റത്തരവും അത് മടച്ചു വെക്കാൻ ഇത് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.